തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴിയെടുത്തു. ഡോക്ടർമാരുടെ അന്വേഷണ സമിതിയാണ് മൊഴിയെടുത്തത്. ഡോക്ടർ ബിന്ദു സുന്ദറിന് 2 തവണയായി 5000 രൂപ കൈക്കൂലി നൽകിയെന്നാണ് അച്ഛൻ്റെ മൊഴി. SIT ആശുപത്രിയിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് പരാതിയിലെ പിഴവ് അന്വേഷിക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഡോക്ടർമാരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ഇതിൽ അന്വേഷണം എങ്ങനെ നടക്കുന്നു? ഈ ഒരു വിഷയത്തിൽ പ്രധാനമായുമുള്ള അന്വേഷണം ഈ ഒരു വിദഗ്ധ സമിതിയുടേതാണ്. കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ മരണകാരണം അറിയുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കാരണം ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതിൽ പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് കൈക്കൂലി ആരോപണവും ഒപ്പം തന്നെ ഈ ഒരു ചികിത്സാ പിഴവും അടക്കമുള്ള വിഷയങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത്. പക്ഷേ ഇതിൽ കൈക്കൂലി ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ ആശുപത്രി അധികൃതരും ഡോക്ടറും പറയുന്നത് ഈ കുഞ്ഞ് മരിച്ചാണ് ഈ ഒരു പ്രസവം നടന്നത്. അതായത് ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെന്നായിരുന്നു ഡോക്ടറടക്കം പ്രതികരിച്ചത്. പക്ഷേ പിന്നീട് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 3 അംഗ സമിതി ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവർ പ്രാഥമിക പരിശോധന നടത്തി മടങ്ങുകയാണ് ചെയ്തത്. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു ഡോക്ടർക്കെതിരെയുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തത്. നിലവിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ ഫലത്തിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിദഗ്ധ സമിതി ഈ ഒരു ആശുപത്രിയിലെ രേഖകളും മറ്റും പരിശോധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഡോക്ടർക്കെതിരെ ഇതിനു മുൻപും സമാനമായ പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഒരു വിഷയത്തിലടക്കം ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഈ ഒരു പ്രസവത്തിനായി അഡ്മിറ്റായ ഒരു യുവതി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും അത് പരാതി ആരോഗ്യവകുപ്പിന് മുൻപാകെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനു മുൻപും, അതായത് ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കനത്ത രീതിയിൽ പ്രതിഷേധം ഇവിടെ നടക്കുകയും ചെയ്ത് രാഷ്ട്രീയ കക്ഷികളും ഒപ്പം ബന്ധുക്കളും ഈ വിഷയത്തിൽ കനത്ത രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു സസ്പെൻഷൻ മാത്രം പോരാ, ഇതിൽ കൃത്യമായ അന്വേഷണവും അതിനൊപ്പം തന്നെ കൂടുതൽ കർശനമായ നടപടിയിലേക്കും കടക്കാനും നിർദ്ദേശം പ്രക്ഷോഭകരും കുടുംബവും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് KGMCT ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഡോക്ടർക്കെതിരെ എടുത്ത നടപടിക്കൊപ്പം തന്നെ ഈ ഒരു സൂപ്രണ്ടിനെയും മറ്റും ആക്രമിക്കുന്ന അല്ലെങ്കിൽ പൂട്ടിയിടുന്ന രീതിയിലേക്ക് പ്രതിഷേധം കനത്തിരുന്നു. ഈ ഒരു സംഭവം നടന്ന രാത്രി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തിനായാലും ഇതിൽ ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടി കൂടുതൽ കർശനമാക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയും ചെയ്യുക. സജിത്ത്, ഈ ഡോക്ടർമാരുടെ സമരം അത് എത്ര കണ്ട് ശക്തമാണ് ഈ മേഖലയിൽ? പ്രത്യേകിച്ച് ഡോക്ടർമാർ ഈ ആരോപണങ്ങൾ മുഴുവൻ നിഷേധിക്കുകയാണല്ലോ. സാരംഗ്, ഡോക്ടർമാരുടെ നീക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഡോക്ടർമാരുടെ നീക്കം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു എന്നതല്ലാതെ ഇപ്പോൾ അതിന് സമാന്തരമായി തന്നെ ഈ ഒരു ഡോക്ടർമാരുടെ മറ്റ് സമരങ്ങളും നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയവും വന്നത്. പക്ഷേ അവർ ഈ ഒരു വിഷയത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി അവരും കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ സസ്പെൻഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാരണം കൈക്കൂലി വാങ്ങി 2 തവണയായി സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തുന്ന സ്ഥലത്തെത്തി ഈ കുടുംബം 5000 രൂപ 2 തവണയായി നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു യുവതിയുടെ ഭർത്താവ് അടക്കം നമ്മോട് പ്രതികരിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ലേബർ റൂമിലേക്ക് എത്തുന്ന രോഗികൾ, അതായത് യുവതികളുടെ കുടുംബത്തിൽ നിന്നും 3000 മുതൽ 5000 രൂപ വരെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനൊരു സംഭവം ലേബർ റൂമിൽ സ്ഥിരമായി നടക്കുന്നതാണെന്ന് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ ഈ കുടുംബവും ആരോപിച്ചിരുന്നു. അവർ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണോ ഈ യുവതിക്ക് കൃത്യമായ പരിചരണം ലഭിക്കാത്തത് എന്നടക്കം സംശയം രേഖപ്പെടുത്തുകയടക്കം ചെയ്തിരുന്നു. അതിലടക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തുതന്നെയായാലും സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയും അതിൽ ഈ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായി ഈ ഒരു പണം കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ KGMCT ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ ഒരു ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതായത് പ്രതിഷേധം ജനാധിപത്യമായ രീതിയിൽ നടക്കുന്നൊരു സ്വാഭാവികമായ സംഭവമാണെങ്കിൽ പോലും ഇതിൽ ആരോപണ വിധേയരല്ലാത്ത സൂപ്രണ്ടിനും മറ്റ് RDOനെ അടക്കം കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയിരുന്നു. തടഞ്ഞു വെക്കുന്നതിന് പകരം ഉന്തുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അടക്കം സമ്മതിക്കാതെ ഈ ഒരു മുറിക്കകത്ത് അടച്ചിടേണ്ട ഒരു സാഹചര്യം അടക്കം നിലനിന്നിരുന്നു ആശുപത്രിയിൽ. പിന്നീടാണ് ഈ ഒരു നടപടി അടക്കം എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ അക്രമ സംഭവങ്ങൾ അത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ അല്ല മറ്റു രീതിയിലായിക്കോട്ടെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് KGMCTയുടെ നിലപാട് വ്യക്തമായും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ നിലപാട്. അതിലെന്തായാലും ഈ ഒരു ശാസ്ത്രീയ പരിശോധനയും ഒപ്പം ഈ ഒരു രേഖകളുടെയും അടക്കം പരിശോധനാ ഫലം അല്ലെങ്കിൽ അതിൻ്റെ അടക്കം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായ ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ. സാരംഗ്, ഒരു കാര്യം കൂടി, ഈ
ഡോക്ടർമാരുടെ പരാതിക്കെതിരെ, ഡോക്ടർമാരുടെ ഈ നീക്കത്തിനെതിരെ ആരോഗ്യവകുപ്പ് എടുക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, ഈ സമയത്ത് നടപടിയെടുക്കുന്നതും പ്രതിസന്ധിയാണ്. അതേസമയം ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ആക്ഷേപം ഉണ്ടാകുന്നത്, അത് പൊതുജന അഭിപ്രായം എതിരാവുന്നതും സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയപരമായും വെല്ലുവിളിയാണല്ലോ. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഏത് രീതിയിലാണ് ഈ വിഷയങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് KGMCTയെ പ്രഖ്യാപിച്ച സമരം നടക്കുന്നു, OP ബഹിഷ്കരണവും, ഇന്ന് അടിയന്തര ശസ്ത്രക്രിയകളല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ചികിത്സാ പിഴവ്. അത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലായിക്കോട്ടെ, മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിൽ അന്വേഷണം നടക്കുന്നു. നിയമസഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷം പലതവണ ഉയർത്തി കാണിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വലിയ പ്രതിസന്ധിയിലാണ്. കർശനമായ നടപടി എടുത്തില്ല എങ്കിൽ പൊതുജന രോഷം ഇതിൽ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ഡോക്ടർ പലതവണയായി ആരോപണ വിധേയമായിട്ടുള്ള ഒരു ഡോക്ടറുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സാഹചര്യം. പക്ഷേ അതിൽ നിന്നും ആദ്യം കൈകഴുകാനുള്ളൊരു നീക്കമായിരുന്നു നടത്തിയത്. കാരണം സ്ഥലമാറ്റ ഉത്തരവായിരുന്നു ആദ്യം പുറത്തേക്ക് വന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വരുന്നു. അത് മുന്നോട്ട് വെച്ചായിരുന്നു ബന്ധുക്കളുമായിട്ടുള്ള ചർച്ച നടത്തിയത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ആ സമയത്താണ് ഈ കൈക്കൂലി ആരോപണം കൂട്ടിച്ചേർത്തുകൊണ്ട് സസ്പെൻഷനിലേക്ക് കടന്നത്. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് നടപടി എടുക്കണമെങ്കിൽ അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനൊപ്പം തന്നെ ഇതിൽ നടന്ന കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും, ഈ ഒരു മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയും മൊഴി നൽകിയത്, അതായത് 5000 രൂപ നൽകിയെന്നാണ്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിലും, അതായത് ഈ ഒരു പെട്ടെന്നൊരു പ്രസവം നടക്കുന്നു, അത് സിസേറിയൻ എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല, ഈ ഒരു കുട്ടിയുടെ തലയ്ക്ക് വളർച്ച കൂടുതലുണ്ടായിരുന്നു, അത് ഈ ഒരു ഡെലിവറിക്ക് ശേഷമാണ് മനസ്സിലാക്കിയത്, അതെന്തുകൊണ്ട് ഇതിന് മുൻപുള്ള സ്കാനിങ്ങുകളിൽ തിരിച്ചറിയാൻ സാധിച്ചില്ല, കുട്ടിയുടെ മറ്റ് ശ്വാസതടസ്സം അടക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കഴുത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന അടക്കമുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പിന്നീടാണ് വെളിപ്പെടുത്തുന്നത്. ഇത് മറ്റ് സ്കാനിങ്ങുകളിലടക്കം വ്യക്തമായില്ല, എന്തുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യങ്ങൾ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് പലതവണയായി ഉണ്ടായ ഈ ചികിത്സാ പിഴവ് സ്ഥലമാറ്റത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഡോക്ടർ പിന്നീടും തുടരും. അതിനൊപ്പം തന്നെ കൈക്കൂലി ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ശീലം മറ്റൊരു ആശുപത്രിയിൽ തുടരുക അതിനപ്പുറത്തേക്ക് ഇതിനൊരു അവസാനം ഉണ്ടാകണം. ഈ കുഞ്ഞിനും മറ്റ് കുഞ്ഞുങ്ങൾക്ക്, മറ്റ് ഈ ഒരു യുവതികൾക്കടക്കം ഇതിൽ നീതി ലഭിക്കണമെന്നാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. അതിൽ കൃത്യമായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ നടപടിയെങ്കിൽ KGMCT അടക്കം ഇതിൽ കൃത്യമായി IMA അടക്കമുള്ള സംഘടനകൾ ഇതിൽ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണത്തിലടക്കം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനകൾ. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു ഡോക്ടർക്കെതിരെ ഉണ്ടായ ഒരു പ്രക്ഷോഭത്തിൽ ആശുപത്രിക്ക് നേരെയും ഡോക്ടർമാർക്കെതിരെയും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നേരെയും ഉണ്ടായ ആക്രമ സംഭവങ്ങളിലും അവർ ഈ ഒരു അപലപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നീക്കം ഇനി എന്താകുമെന്ന കാര്യത്തിൽ ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടിയാണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും കാത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ ഒരു ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണെങ്കിൽ കുടുംബം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അത് ആരോഗ്യവകുപ്പിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. അതിനൊപ്പം തന്നെയാണ് സമാന്തരമായി മറ്റ് സ്ഥലങ്ങളിലും ഇതേ ആശുപത്രിയിൽ തന്നെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ്, മറ്റ് ആശുപത്രികളിലും അടക്കം നടന്നിട്ടുള്ള, ആരോഗ്യരംഗത്ത് നടന്നിട്ടുള്ള പല ചികിത്സാ പിഴവുകളും. അതിനൊപ്പം ഡോക്ടർമാർ മറ്റൊരു വശത്ത് സമരത്തിലാണ് എന്നൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കാരണം തസ്തിക സൃഷ്ടിക്കുന്നതിനും ഒപ്പം തന്നെ ഈ ഒരു ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടന്നിരുന്നു. അതടക്കം നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സജിത്, റൈറ്റ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങളുമായി ചേർന്നത് സ്പോട്ട് ലൈവിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.